സുബഹിയുടെ ബാങ്ക് മുഴങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജക്കാർത്തയിൽ, പിന്നെ സുമാത്രയിലെ സുബഹി, പിന്നെ മലേഷ്യയിലെ സുബഹി. ജക്കാർത്തയിലെ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ഡാക്കയിൽ സുബഹി, ഡാക്കയിൽ കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ സുബഹി, മുംബൈയിൽ സുബഹി. ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ സുബഹിയായി. ശ്രീനഗറിൽ സുബഹിയായി. അതേ സമയത്ത് അല്ലാമ ഇക്ബാലിന്റെ ഗ്രാമമായ സിയാൽകോട്ടിൽ സുബഹി. ഒരു സുബഹിക്കാണ് അല്ലാമ മരണപ്പെടുന്നത്. പരിശുദ്ധ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച അല്ലാമ സുബഹിന്റെ ബാങ്ക് മുഴങ്ങുമ്പോഴാണ് ഈ ലോകത്തെന്ന് പറയുന്നത്. അവിടെ ബാങ്കായി. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലെ സുബഹി, അത് കഴിഞ്ഞ് മസ്കത്തിലെ സുബഹി, അത് കഴിഞ്ഞ് ബഗ്ദാദിലെ സുബഹി, അത് കഴിഞ്ഞ് ഹിജാസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമത്തിന്റെ മണ്ണിൽ മദീനയിലും മക്കയിലും സുബഹി, ദുബായ് അബുദാബി അടങ്ങുന്ന UAE സുബഹി, ബഗ്ദാദിൽ സുബഹി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ സുബഹി, അലക്സാണ്ട്രിയയിലും ഇസ്തംബൂളിലും ഒരേ സമയം സുബഹി, പിന്നെ സിറിയയിലും സോമാലിയയിലും സുഡാനിലും സുബഹി, പിന്നെ ലിബിയയിലും ടുണീഷ്യയിലും സുബഹി. അപ്പോഴേക്ക് ഇന്തോനേഷ്യയിലും മുഹറായി. മനസ്സിലാക്കണേ, ഇന്തോനേഷ്യയിലും മുഹറായി. ഇവിടെ സുബഹി തീർന്നിട്ടില്ല. ആഫ്രിക്കയിൽ സുബഹിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോ രാത്രിയാണ്. അവിടെ സുബഹി വീണ്ടും മുഹമ്മദ് എന്ന്